നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നാളെയാണ് ഏറ്റുമുട്ടുന്നത്. റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരമാണ്. ആദ്യ പാദം സാന്റിയാഗോ ബെർണാബ്യൂവിൽ പൊളിച്ചടുക്കിയതാണ് റയൽ. രണ്ടാം പാദം ഇത്തിഹാദിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30. സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ 1:30 കളി. ആ കളിക്ക് പോകുമ്പോൾ അവരുടെ പരിക്കേറ്റ് പുറത്തിരുന്ന സൂപ്പർ താരങ്ങളെ കൂടി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോച്ച് ആൽവാരോ ആർബിലോവ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെസ്, കിലിയൻ എംബാപ്പെ ഈസ് ബാക്ക്, ജൂഡ് ബെല്ലിംഗാം ഈസ് ബാക്ക്, ആൽവാരോ കരേറസ് ഈസ് ബാക്ക്. യെസ്, റയലിൻ്റെ സ്ക്വാഡിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സ്ക്വാഡ് നോക്കുമ്പോൾ ശ്രദ്ധേയമായ കാര്യം, അസെൻസിയോ ഇല്ല, എംബാപ്പെ ഉണ്ട്. അപ്പോൾ റയലിൻ്റെ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ല്യൂനിൻ, ഫ്രാൻ ഗോൺസാലസ്. ഡിഫൻസിലോ കർവാഹൽ, അലാബ, ട്രെൻഡ്, കരേറസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ഹുയ്സൻ, ഡിയേഗോ അഗ്വാഡോ, മാരിയോ റിവാസ്. ഇതാണ് ഡിഫൻസ് എങ്കിൽ മധ്യനിരയിലേക്ക് നോക്കുമ്പോൾ ബെല്ലിംഗാം, കമവിംഗ, ഫെഡെവാൽവർദെ, ഷൂബനി, ആർദ ഗ്യൂളർ, സെസ്ട്രോ, മാനുവൽ ഏഞ്ചൽ, പെലാസിയോസ്, ടിയാഗോ. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ, കിലിയൻ എംബാപ്പെ, ഗോൺസാലസ്, ബ്രാഹിം, മസ്റ്റൻ ടൂനോ. സൂപ്പർ സ്ക്വാഡും കൊണ്ട് തന്നെയാണ് പോകുന്നത്. ആദ്യപാദത്തിൽ ഇങ്ങനെ വമ്പന്മാരില്ലാതെ, എംബാപ്പയെ പോലുള്ളവരില്ലാതെ വിജയിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാദത്തിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ പൂർണ്ണമായും കൈപ്പിടിയിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആൽവാരോ ആർബിലോവ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ചില സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം എംബാപ്പെ ബെഞ്ചിലായിരിക്കും, ആവശ്യമെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ഇറക്കിയുള്ളൂ എന്നാണ്. ഏതായാലും 3 ഗോളിൻ്റെ ലീഡ് ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ള തന്ത്രങ്ങൾ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.